അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഒരു ചിക്കൻ പോപ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു മുട്ടയിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ഒരെണ്ണം ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞത്, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ഗരം മസാല പൗഡറും പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ചേർക്കണം. ഒരു നുള്ള് മുളക് പൊടിയും പിന്നെ ക്യുമിൻ സീഡിൻ്റെ പൗഡർ, ചെറിയ ജീരകത്തിൻ്റെ, അതും ഒരു ഇത്തിരി ചേർക്കണം. ഉപ്പും. മുട്ട ഇതുപോലെ ഗ്രേറ്ററിൽ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നനവുണ്ടാവും. എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോളുകളായി, നമ്മൾ കയ്യിൽ എണ്ണ ഉരട്ടണമെങ്കിൽ ചെറുതായിട്ട് ഇച്ചിരി എണ്ണ തടകിയിട്ട് ചെറിയ ചെറിയ ബോളുകളായി ഉരുട്ടി വയ്ക്കണം. ബ്രെഡിൻ്റെ പൊടിച്ച ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുത്ത് വയ്ക്കണം. ഇങ്ങനെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഈ എഗ്ഗിൽ മുക്കി ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം. എല്ലാ ബോൾസും ഇതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച്, ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ച് വിട്ട് പൊട്ടിപ്പോകാതെ ചെറിയ തീയിൽ നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരുക. അത് നല്ലൊരു സ്നാക്കാണ്. റംദാനിലൊക്കെ നോമ്പ് തുറ സമയത്തൊക്കെ കഴിക്കാനും പറ്റിയ ഒരു സ്നാക്കാണ്. ഇത് പയ്യെ വേണം തിരിച്ചിടാൻ, പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ആദ്യം ഒന്ന് നന്നായി എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇതിട്ടിട്ട് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ച്. ഒത്തിരി വേവാനൊന്നുമില്ല, നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തതാണല്ലോ. എന്നിട്ട് എടുക്കുന്നതിന് മുമ്പ് തീ അല്പം കൂട്ടിയിട്ടാൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരി സോസിനൊപ്പം, അല്ലെങ്കിൽ ഇതിനൊരു ചട്നി ഉണ്ടാക്കിയാൽ, നമ്മൾ മുളക് മാത്രം ഇട്ടൊക്കെ ചട്നി ഉണ്ടാക്കില്ലേ, അത് അങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കിയാലും ഇതിനൊപ്പം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ്. നല്ലൊരു സ്നാക്കാണ്. എണ്ണയൊന്നും അങ്ങനെ ഓയിലൊന്നും അതിൽ ഒത്തിരി കുടിക്കുന്ന ടൈപ്പല്ല, എണ്ണ പിടിക്കത്തൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ടിഷ്യൂവിലേക്ക് വറുത്ത് കോരി ഇടുകയും ചെയ്യാം. നല്ലൊരു സ്നാക്കാണ്. ഞങ്ങൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ അതിൻ്റെ കൂടെ